ക്രിക്ക് ടോക്സ് വിത്ത് എല്ലാവർക്കും സ്വാഗതം. IPL ഇന്ന് സൂപ്പർ സാറ്റർഡേയിൽ 2 മത്സരമുണ്ട്. രണ്ടാമത്തെ കളി CSKയും DC തമ്മിലാണ്. DC കളിച്ച 3 കളിയിൽ 2 ജയം 1 പരാജയം. പക്ഷെ പരാജയം ഇങ്ങനെ വന്നത് അവർ തന്നെ ഉണ്ടാക്കിയതല്ലേ. കഴിഞ്ഞ കളി ഡേവിഡ് മില്ലർ അങ്ങനെ അടിച്ചെത്തിച്ചിട്ട് മില്ലർ റൺ ഓടിയിട്ടില്ല, അങ്ങനെ പരാജയപ്പെട്ടു. പക്ഷെ CSK ആവട്ടെ 3 കളിയും ദയനീയമായി പിന്നെ പരാജയപ്പെട്ടത്. പരിതാപകരം എന്നേ പറയാനുള്ള CSKയുടെ അവസ്ഥ കണ്ടിട്ട്. CSK കളിച്ച 3 കളി തോറ്റു. കഴിഞ്ഞ കളി RCBയുടെ അവർ തോക്കും തോൽവിയൊക്കെ കണ്ടില്ലേ. 250 റൺസ് അടിച്ചിട്ട് 200 റൺസ് മാത്രമാണ് CSK എത്തിയിട്ടുള്ളൂ. 50 റൺസിന് വലിയ മാർജിനിലാണ് CSK തോറ്റത്. ഇന്നിപ്പോ CSKക്ക് ഒരു ആശ്വാസം എന്ന് പറയാൻ കാരണം ഡെവിഡ് ബ്രൂസ് കളിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് കോച്ച് സ്റ്റീഫൻ ഫ്ലെമിംഗ് പറഞ്ഞിട്ടുണ്ട്. അതേസമയം MSD ഇന്നും കളിക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. നമുക്ക് കൃത്യമായിട്ട് ഈ വീഡിയോയില് ടീം ന്യൂസ്, പ്രോബബിൾ ലൈനപ്പ്, മറ്റേ പിച്ച് റിപ്പോർട്ട് എന്നീ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ നോക്കാം. കളി നടക്കുന്നത് ചെപ്പക്കിലാണ്, ചിദംബരം സ്റ്റേഡിയത്തിലാണ് കളി നടക്കുക. നമുക്കറിയാമല്ലോ, നൈറ്റ് ഗെയിം ആണ്. ബോളേഴ്സിന് അഡ്വാൻറ്റേജ് കിട്ടുക വെച്ചാൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്നാലും പഴയ ചെപ്പൊക്കെ എന്നാലും ഇപ്പൊ ബാറ്റ്സ്മാൻമാർക്ക് നല്ല അഡ്വാൻറ്റേജ് കിട്ടും. ആ സ്ലോ ട്രാക്ക് ഒക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഒരു ഫസ്റ്റ് ഇന്നിങ്സ് ഇതിനെക്കാട്ടും നല്ലത് സെക്കൻഡ് ഇന്നിങ്സിൽ കുറച്ചും കൂടി ഡ്യൂ വരുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് ബാറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പിന്നെ മഴക്കൊന്നും വലിയ ചാൻസ് ഇല്ലെന്നാണ് പറയപ്പെടുന്നത്. മറ്റു ടീം ന്യൂസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോ ലുങ്കി എൻഗിയുടെ കാര്യം എടുത്തു പറയണം നമ്മൾ. അദ്ദേഹം ഇപ്പൊ മികച്ച ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം IPL ഇപ്പൊ ഡെത്ത് ഓവറിൽ എക്കണോമി റേറ്റ് 5.5 അത്രയും മികച്ച രീതിയിൽ കളിക്കുന്നുണ്ട്. 3 വിക്കറ്റുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇപ്പൊ നിക്കോളാസ് പൂറെതിരെ അദ്ദേഹം ഔട്ടാക്കി വെക്കണ്ടില്ല, സ്ലോ ബോള്. ഇപ്പൊ ചെന്നൈക്കാണ് ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഉണ്ട്. ഇപ്പൊ ശിവൻ ഡുബെ ഒക്കെ സ്ലോ ബോളിട്ട് വീഴാവുന്നതേ ഉള്ളൂ. അദ്ദേഹം അത്രേ ഉള്ളൂ. അതങ്ങനെ സമ്മതിക്കണം CSK ആരാധകർ. പിന്നെ പറയേണ്ടത് സ്ലോ ബോളും അദ്ദേഹത്തിന് വൈഡ് ലെങ്ത് ഓർക്കറും ഒക്കെ വെച്ച് മോർ പ്രഷർ ചെയ്യാൻ പറ്റും. അദ്ദേഹത്തിന് CSK ബാറ്റേഴ്സിനെ ബുദ്ധിമുട്ടിക്കാൻ പറ്റും. പിന്നെ ബ്രേവിസ് അവൈലബിൾ ആണെന്ന് പറയുന്നുണ്ട്. അത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം മിഡിൽ ഓവേഴ്സിലും അതായത് CSKയുടെ മിഡിൽ ഓവേഴ്സിന് വേണ്ടി മികച്ച രീതിയിൽ കളിക്കും. പക്ഷെ അങ്ങനെ പുറത്തായിരിക്കുന്ന സംശയം. കാരണം പ്രശാന്ത് വീരനെ പുറത്തിരിക്കുമോ? 14 കോടിക്കടുത്താണ്. കാർത്തിക് ശർമ്മ പുറത്തിരിക്കും, അദ്ദേഹം 14 കോടിക്കാണ്. പിന്നെ സഞ്ജു നിങ്ങൾ പുറത്തിരിക്കുമോ? അതും പറയാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹത്തിന് കൺഫ്യൂഷൻ ഉണ്ട്. ഇപ്പൊ ബ്രവിസ് നിന്ന് കളിച്ചില്ലെങ്കിൽ ആര് പുറത്തിരിക്കും? ഇതാണ് CSKയുടെ പ്രശ്നം. അവർക്ക് ഇപ്പോൾ ഷഫ്ലിംഗ് ആണ്. ആരെ കളിപ്പിക്കണമെന്ന് ഇപ്പോൾ ഉറപ്പായിട്ടില്ല. ആയുഷ് മാത്രമേ പുറത്തിരുത്തോ? അങ്ങനെ കുറച്ച് പ്രശ്നം. പക്ഷെ ബ്രവിസിന്റെ കാര്യത്തിൽ ബ്രവിസ് ഇപ്പോ 262 സ്ട്രൈക്ക് റേറ്റിലാണ് IPL ബാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ 170 സ്ട്രൈക്ക് റേറ്റ് ഒക്കെ അദ്ദേഹത്തിനുണ്ട്. 13 സിക്സൊക്കും ഡെത്ത് ഓവറിലാവട്ടെ 262 സ്ട്രൈക്ക് റേറ്റ്. IPL മൊത്തത്തിൽ 170 സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം കളിക്കുന്നുണ്ട് ഇപ്പോൾ. പിന്നെ CSK ചിലപ്പോൾ ലെഫ്റ്റ് ആം സ്പിന്നർ ഇറക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഒരുപാട് റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ഉണ്ട്. ആയിരിക്കും ഡൽഹിക്ക് KL രാഹുൽ, സമീർ ഋഷി ഇങ്ങനെ അറിയപ്പെടുന്ന ഒരുപാട് റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാനുണ്ട്. ചിലപ്പോൾ അക്കീൽ ഹുസൈൻ കളിക്കാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട്. അക്കീൽ ഹുസൈൻ ആവട്ടെ, അങ്ങനെയാണ് മാറ്റ് ഹെൻറി ചിലപ്പോൾ പുറത്തിരിക്കാനുള്ള ചാൻസ് ആണ് കൂടുതലും കാണുന്നത്. അദ്ദേഹം ഇപ്പോൾ വളരെ എക്സ്പെൻസീവ് ആണ്. ചെന്നൈയുടെ മാറ്റ് ഹെൻറി. അക്കീൽ ഹുസൈൻ വന്നാൽ പവർ പ്ലേയിൽ ചില സമയത്ത് വിക്കറ്റുകൾ വീഴ്ത്താനുള്ള ചാൻസുകൾ കൂടുതലാണ്. പിന്നെ KL രാഹുലിന്റെ കാര്യം. KL രാഹുലിന് ഇപ്പൊ സ്ട്രൈക്ക് റേറ്റ് 143 ചെന്നൈക്കെതിരെ ഏവറേജ് 45. അദ്ദേഹം അവസാനം കളിച്ച 6 ഇന്നിങ്സിൽ ഇപ്പൊ കഴിഞ്ഞ കളി 98 റൺസ്, ചെന്നൈനോട് അവസാന ഇന്നിങ്സിൽ 77, 16, 82, 53, 20, 40, 98 എന്നിങ്ങനെയാണ് ഉള്ളത്. പിന്നെ ലാസ്റ്റ് കളി 52 റൺസിൽ 92 റൺസും രാഹുൽ എടുത്തിട്ടുണ്ട്. മറ്റ് ടീം ന്യൂസിലേക്ക് ഇപ്പൊ നമ്മൾ വന്നപ്പോ ധോണി കളിക്കില്ലെന്ന് പറഞ്ഞ് ബ്രവിസിന്റെ കാര്യത്തിൽ സംശയങ്ങളുണ്ട്. അദ്ദേഹം കളിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ സർഫ്രാസ് ഖാൻ യഥാർത്ഥത്തിൽ കഴിഞ്ഞ കളി മികച്ച ഫോമിലാണ് കളിച്ചത്. പക്ഷേ ഇവർക്ക് 2 ലെഫ്റ്റ് സ്പിന്നേഴ്സ് ഉണ്ട്. ഒന്ന് അക്ഷർ പട്ടേൽ, കുൽദീപ് യാദവ്. 2 പേര് മികച്ച ഫോമിലാണ് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സർഫ്രാസ് ഖാൻ എന്ന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് റിപ്പോർട്ടുകൾ. കാരണം ലെഫ്റ്റ് ഹാൻഡറിനെ കണ്ട മുട്ടിടിക്കുന്ന സർഫ്രാസ് ഖാനാണ്. കുൽദീപ് ഒക്കെ മികച്ച ഫോമിലാണ്. അക്ഷർ പട്ടേൽ മികച്ച ഫോമിലാണ്. അക്ഷർ പട്ടേലും കുൽദീപിനും പറ്റുന്ന 2 സ്പിന്നേഴ്സ് ചെന്നൈ സ്കോഡ് ഇല്ലാത്തതും തിരിച്ചടി മാറിയിട്ടുണ്ട് ചെന്നൈക്ക് വേണ്ടിയിട്ട്. പിന്നെ ധോണിയുടെ കാര്യം. ധോണിക്ക് ഇപ്പൊ കാഫ് ഇഞ്ചുറിയാണ്, അദ്ദേഹം കളിക്കില്ല. പിന്നെ നമുക്ക് നിതീഷ് റാണിന്റെ കാര്യം. നിതീഷ് റാണി IPL മികച്ച ഫോമിലല്ല. അശുതോഷ് ശർമ്മ ഒരുപക്ഷെ കളിക്കാനുള്ള സാധ്യത കൂടുതലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അങ്ങനെയാണെങ്കിൽ 2 ടീമിന്റെയും പ്രോബബിൾ ലൈനപ്പ് നോക്കാം. CSKയുടെ കാര്യത്തിൽ സഞ്ജുവും ഗേക്കോദ് ഓപ്പൺ ചെയ്യും. ആയുഷ് മാത്രം നമ്പർ 3, ശിവൻ ദുബെ നമ്പർ 4, ഡെവിഡ് ബ്രവിസ് നമ്പർ 5, സർഫ്രാസ് ഖാൻ നമ്പർ 6, കാർത്തിക് ശർമ്മ നമ്പർ 7, ജെമി ഓവർട്ടൺ നമ്പർ 8, മാറ്റ് ഹെൻറി നമ്പർ 9, നൂർ അഹമ്മദ് നമ്പർ 10, അൻഷുൽ കമ്പോജ് നമ്പർ 11, ഖലീൽ അഹമ്മദ് ഇമ്പാക്ട് ആയിട്ടുണ്ടാവും. ഡൽഹിയുടെ കാര്യത്തിലേക്ക് വന്നാൽ നിസാങ്കി രാഹുലും കൂടി ഓപ്പൺ ചെയ്യും. നിതീഷ് റാണ നമ്പർ 3, അദ്ദേഹത്തിന് അശുതോഷ് ശർമ്മ കളിക്കും. സമീർ ഋഷി നമ്പർ 4, ഡേവിഡ് മില്ലർ നമ്പർ 5, അക്ഷർ പട്ടേൽ നമ്പർ 6, ക്രിസ്ത്യൻ സുബ്സ് നമ്പർ 7, ദീപ് രാജ് നിഗം നമ്പർ 8, കുൽദീപ് യാദവ് നമ്പർ 9, ലുങ്കി എൻഗിഡി നമ്പർ 10,
നട്രാജ് നമ്പർ 11. ഇമ്പാക്ട് ആയിട്ട് മുകേഷ് കുമാർ ഉണ്ടാവും. ഒരു മികച്ച പോരാട്ടത്തെ പ്രതീക്ഷിക്കാം. പക്ഷേ മത്സരത്തിൽ നമ്മൾ കാണുന്ന ഡൽഹിയാണ് നമ്മൾ വിജയി കാണുന്നത്. അപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വീഡിയോസിന് നമ്മൾ വീണ്ടും എത്താം.